Welcome to the part 2 of UK versus Ireland video. In case നിങ്ങൾ part 1 കണ്ടിട്ടില്ല എങ്കിൽ part 1 കണ്ടതിന് ശേഷം മാത്രം part 2 വീഡിയോ കാണുക. കാരണം എന്നാൽ മാത്രമേ ആ ഫ്ലോ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. By the way, if you are a first time visitor to this channel, I am Abhin. I am a study abroad coach. I help students to make wiser and smarter study abroad decisions. Study in Ireland കുറിച്ചും study in UK കുറിച്ചും in depth ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി മാത്രമാണ്. ഏത് കൺട്രിയാണോ നിങ്ങൾക്ക് പ്രിഫറൻസ് തോന്നുന്നത് തീർച്ചയായിട്ടും ആ കൺട്രിയെക്കുറിച്ചുള്ള ഇൻഡെപ്ത് വീഡിയോയും മസ്റ്റായിട്ട് നിങ്ങളൊരു സീരിയസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ കണ്ടിരിക്കേണ്ടതാണ്. അതിനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് പാരാമീറ്റർ ഈസ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ. യു കെയിൽ ബാച്ചിലേഴ്സ് ലെവലിലും മാസ്റ്റേഴ്സ് ലെവലിലും ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിന് അപ് ടു 2 years ആണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടുന്നത്. എന്നാൽ അയർലൻഡിൽ ബാച്ചിലേഴ്സ് ലെവൽ അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് വിത്ത് ഹോണേഴ്സ് തുടങ്ങിയ ഡിഗ്രീസ് എല്ലാം തന്നെ അവിടുത്തെ ലെവൽ 7 and 8 ആണ് വരുന്നത്. സോ ഈ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് അപ് ടു 1 year ആണ് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ കിട്ടുന്നത്. ഇനിയിപ്പോൾ മാസ്റ്റേഴ്സ് ഡോക്ടോറിയൽ PhD ലെവലിലുള്ള സ്റ്റുഡൻസിന് അതായത് ലെവൽ 9 ലെവൽ 10 തുടങ്ങിയ ലെവലുകൾക്ക് മാത്രമാണ്, അതായത് ചുരുക്കി പറഞ്ഞാൽ മാസ്റ്റേഴ്സിന് പോകുന്ന സ്റ്റുഡൻസിനൊക്കെ തന്നെ അയർലൻഡിൽ 2 year ആണ് PSW കിട്ടുന്നത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റർ ഈസ് ട്രാൻസിഷൻ ഫ്രം ഗ്രാജുവേറ്റ് ടു എ PR. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പഠിക്കാൻ പോകുന്ന മോർ ദാൻ 90% സ്റ്റുഡൻസിൻ്റെ ലക്ഷ്യം ഈ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫുൾ ടൈം ജോബ് കിട്ടുകയും അതിനുശേഷം ഒരു ലോങ് ടൈം സെറ്റിൽമെൻറ്റ്, ഒരു PR സിറ്റിസൺഷിപ്പ് അങ്ങനെ ഒരു ട്രാക്കിലേക്ക് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അത് കേരളത്തിൽ നിന്നായാലും പഞ്ചാബിൽ നിന്നായാലും ബംഗാളിൽ നിന്നായാലും മോർ ഓർ ലെസ് ഒരേ ഡ്രീം തന്നെയാണ് മോർ ദാൻ 90% സ്റ്റുഡൻസിനും ഉള്ളത്. സോ അതിൻ്റെ ബേസിസിൽ ഈ രണ്ട് കൺട്രീസ് നമുക്കൊന്ന് ഇന്ന് കമ്പയർ ചെയ്യാം. യു കെയിൽ ഗ്രാജുവേഷന് ശേഷം ഒരു വർക്ക് പെർമിറ്റ് വിസ, അതായത് Tier 2 വിസയിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ ഒരു സ്പോൺസർഷിപ്പ് ജോബ് ആയിരിക്കണം. അതിനുള്ള മിനിമം സാലറി ത്രഷോൾഡ് മീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുള്ള കണ്ടീഷൻസ് ഉണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഓൾറെഡി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. ഇൻ കേസ് നീഡഡ് യു ക്യാൻ വാച്ച് ദാറ്റ് വീഡിയോ. സോ ആ കണ്ടീഷൻസ് അവൈൽ ചെയ്യുന്ന സ്റ്റുഡൻസിന് അറൗണ്ട് ഒരു 5 to 7 years കൊണ്ട് ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ, ദാറ്റ് ഈസ് ഈക്വലൻ ടു PR ഇൻ UK, അത് പോസിബിൾ ആണ്. ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു 50% സ്റ്റുഡൻസും ഈ സ്പോൺസർഷിപ്പ് ഇല്ലാത്ത ഒരു ഫുൾ ടൈം ജോബ് തന്നെ കിട്ടാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുകയാണ്. അതിൻ്റെ മേജർ റീസൺ എന്ന് വെച്ചാൽ അവർ വേണ്ട രീതിയിലുള്ള റൈറ്റ് പ്രോഗ്രാമോ യൂണിവേഴ്സിറ്റിയോ അതിനുവേണ്ടിയുള്ള സ്കില്ലിങ്ങോ ചെയ്യാത്തതിൻ്റെ പേരിലാണ്. സോ ഈ പറഞ്ഞ റൈറ്റ് കോമ്പിനേഷൻസ് പ്ലസ് ഉള്ള പ്രിപ്പറേഷൻസും കൂടെ ഉള്ള ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫുൾ ടൈം ജോബിൽ ലാൻഡ് ചെയ്യാനും പറ്റും, സ്പോൺസർഷിപ്പ് ലെവലിലുള്ളൊരു ജോബിലേക്കും എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നോ ഡൗട്ട്. ഇനി നമ്മൾ അയർലൻഡിലേക്ക് പോവുകയാണെങ്കിൽ അയർലൻഡിൽ ക്രിട്ടിക്കൽ സ്കിൽസ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ ലിങ്കും ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിലും നിങ്ങൾക്ക് കിട്ടും. സോ ആ ക്രിട്ടിക്കൽ സ്കിൽ ലിസ്റ്റിൽ ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മളെടുത്ത് അതിലൊരു ഫുൾ ടൈം ജോബിലേക്ക് കയറുന്നെങ്കിൽ ദെൻ ആ ഒരു ജോബിൽ 2 to 3 year നിന്ന് കഴിഞ്ഞാൽ തന്നെ സ്റ്റാമ്പ് 1G എന്ന് പറഞ്ഞ കാറ്റഗറി, അതായത് ഒരു വർക്ക് പെർമിറ്റ് അതുവഴി ഒരു PR എന്ന് പറഞ്ഞൊരു ഇതിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഇനി അതല്ല നോർമലി ഉള്ളൊരു പ്രോഗ്രാമാണ് എടുക്കുന്നതെങ്കിൽ സിമിലർ ടു UK 5+ years ആണ് ഒരു PRന് വേണ്ടി എടുക്കുക. സോ ഒന്ന് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ അയർലൻഡിലെ ക്രിട്ടിക്കൽ സ്കിൽസ് ലിസ്റ്റിലുള്ള ഒരു പ്രോഗ്രാം ചൂസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു PRലേക്കുള്ള ഒരു ഈസി പാത്വേ ആണ്. പ്രൊവൈഡഡ് അവിടെയും ഈ മിനിമം സാലറിയും തുടങ്ങിയ കണ്ടീഷൻസ് എല്ലാം നമുക്ക് മീറ്റ് ചെയ്യേ പറ്റുള്ളൂ. പ്ലസ് അയർലൻഡിലേക്കുള്ള ബാക്കിയുള്ള എൻട്രി റിക്വയർമെൻറ്റ്സും ഓക്കെ ആണെങ്കിൽ യു ക്യാൻ കൺസിഡർ ദാറ്റ്. ഇനി അതല്ല യു കെയിലാണെങ്കിൽ റൈറ്റ് പ്രോഗ്രാം, റൈറ്റ് കൺട്രി, അറ്റ് ദ സെയിം ടൈം വിത്ത് പ്രോപ്പർ പ്രിപ്പറേഷൻ എനി സ്റ്റുഡൻറ്റ് ക്യാൻ ഗെറ്റ് എ ഫുൾ ടൈം ജോബ്. അറ്റ് ദ സെയിം ടൈം അതൊരു സ്പോൺസർഷിപ്പ് വിസയിലേക്കും കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അറ്റ് ദ സെയിം ടൈം UK ഗ്രാജുവേഷൻ ഗ്ലോബലി അക്സെപ്റ്റഡ് ആണ്. നിങ്ങൾക്ക് UK മാത്രമല്ല, പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ദുബായ് അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് പോലുള്ള കൺട്രീസിലും ഒത്തിരി UK കമ്പനീസിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടും UK ക്വാളിഫിക്കേഷൻസ് അത്ര ഒരു വാല്യൂ ചെയ്യുന്നതുകൊണ്ടും
അങ്ങോട്ടുള്ള ഓപ്പർച്യൂണിറ്റീസും UK സ്റ്റുഡൻസിന് ഒരു ആഡ് ഓൺ ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്നതാണ്. സോ അടുത്ത കമ്പാരിസന് വേണ്ടിയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പാരാമീറ്ററാണ് അഡ്മിഷൻ റിക്വയർമെൻറ്റ്സ്. UK ഈ ഒരു സെഗ്മെൻറ്റിൽ കുറച്ചധികം അപ്പ് ലെവൽ കിട്ടും. കാരണം UK മജോറിറ്റി യൂണിവേഴ്സിറ്റീസ്, അതായത് ഈവൻ റസൽ ഗ്രൂപ്പ് യൂണിവേഴ്സിറ്റീസ് പോലും ഇംഗ്ലീഷ് ലാംഗ്വേജ് വേവർ, അതായത് IELTS മറ്റ് ലാംഗ്വേജ് ടെസ്റ്റുകളോ ഇല്ലാണ്ട് തന്നെ ഇഫ് എലിജിബിൾ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. എന്നാൽ അയർലൻഡിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളായിട്ടുള്ള IELTS, ഡ്യൂലിംഗോ തുടങ്ങിയ ഏതെങ്കിലും ഒരു ടെസ്റ്റിലെങ്കിലും സഫീഷ്യൻറ്റ് സ്കോർ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു അൺകണ്ടീഷണൽ ഓഫർ കിട്ടത്തുള്ളൂ. സോ ദാറ്റ് മീൻസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് വേവർ നോക്കുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ദെൻ അയർലൻഡിനെ പറ്റി മറന്നേക്കുക. ഇനി അതല്ല, അത് ഓക്കെയാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റും കൂടി എടുക്കാൻ വില്ലിംഗ് ആണെങ്കിൽ ദെൻ അയർലൻഡ് ക്യാൻ ബി എ ഗുഡ് ഓപ്ഷൻ. ലെറ്റ്സ് come down to the final and most important comparison, visa requirements. UK-ൽ കമ്പാരിറ്റീവ്ലി ഈസിയർ വിസ റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ 28 days ഓൾഡ് ഫണ്ട് പ്ലസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ക്യാഷും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ, വേറെ അഡീഷണൽ വെരിഫിക്കേഷൻസിൽ ജെനുവിനിറ്റി പ്രൂവൻ ആണെങ്കിൽ മോർ ഓർ ലെസ് സക്സസ്ഫുൾ വിസയാണ്. സോ അതുകൊണ്ട് തന്നെ UK-ൽ ചെറുതോ വലുതോ ആയിട്ടുള്ള ഏത് കൺസൾട്ടൻസിയിൽ നിന്ന് ഒരു സ്റ്റുഡൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും മോർ ഓർ ലെസ് 99% വിസ സക്സസ്സിനുള്ള സാധ്യത ഉറപ്പാണ്. ബട്ട് അയർലൻഡിൻ്റെ കേസ് അങ്ങനല്ല. അയർലൻഡിന് കുറച്ചുകൂടെ ലോങ്ങർ വിസ ഫോർമാലിറ്റീസ് ആണുള്ളത്. 3 to 6 month ഓൾഡ് ഫണ്ട് വേണം, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട് വേണം. സ്പോൺസർ ആരാണോ സ്പോൺസറിന് സോഴ്സ് ഓഫ് ഇൻകം വേണം. നമ്മൾ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്ന അക്കൗണ്ടും ഇതെല്ലാം തന്നെ ഒരു മാച്ച് ഉണ്ടായിരിക്കണം. ഇനി അത് മാത്രമല്ല, മജോറിറ്റി സ്റ്റുഡൻസും എഡ്യൂക്കേഷൻ ലോൺ എടുത്താണ് വിദേശത്തേക്ക് പോകുന്നത്. സോ അയർലൻഡിൽ ഐഡിയലി ഒരു 60% കൂടുതൽ എഡ്യൂക്കേഷൻ ലോണ് വരാണ്ടിരിക്കുന്നതാണ് വിസ സക്സസ്സിന് ഏറ്റവും നല്ലത്. എന്നാൽ 100% വരെ എഡ്യൂക്കേഷൻ ലോണുള്ള സ്റ്റുഡൻറ്റിനും അയർലൻഡിൽ വിസ കിട്ടിയിട്ടുണ്ട്. ബട്ട് അയർലൻഡിൽ വിസ സക്സസ് റേറ്റ് എവിടെയാണെങ്കിലും 100% ഒരിക്കലും ഗ്യാരണ്ടി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതെപ്പോഴും ഒരു 90 to 95% ആ ഒരവസ്ഥയിലായിരിക്കും നിൽക്കുന്നത്. ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം നമുക്ക് ഓക്കെ ആണെങ്കിലും വിസയിലേക്ക് വരുമ്പോഴത്തേക്ക് സഫീഷ്യൻറ്റ് ടൈമും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അയർലൻഡിൽ മൂവ് ചെയ്തിട്ട് കാര്യമുള്ളൂ. അതായത് അറൗണ്ട് ഒരു 2 months എങ്കിലും വിസയ്ക്ക് വേണ്ടി അയർലൻഡിൽ നമുക്ക് മാറ്റി വെക്കേണ്ടി വരും. കാരണം അത് ലേറ്റായി കഴിഞ്ഞിട്ട് വിസ സക്സസ് കിട്ടിയാൽ പോലും ഒരു ഐറിഷ് യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്. എന്നാൽ UK-ൽ അങ്ങനെയല്ല. ഇപ്പോൾ സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുന്നെങ്കിൽ ഓഗസ്റ്റിൽ പോലും വിസയ്ക്ക് പോയി കഴിഞ്ഞാൽ പ്രയോറിറ്റിയും സൂപ്പർ പ്രയോറിറ്റി വിസയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈവൻ സെപ്റ്റംബർ 1st വീക്കിൽ വിസയ്ക്ക് പോയാൽ പോലും ലേറ്റ് എൻറോൾമെൻറ്റ്, അതായത് ലാസ്റ്റ് ഡേറ്റ് എൻറോൾമെൻറ്റ് കൊടുക്കും ചില യൂണിവേഴ്സിറ്റീസ്. ആ ഡേറ്റിനുള്ളിൽ അവിടെ ചെന്ന് എൻറോൾ ചെയ്താൽ മതിയാവും. നൗ ലെറ്റ് സമ്മറൈസ് ദിസ് UK വേഴ്സസ് അയർലൻഡ്. ക്രിട്ടിക്കൽ സ്കിൽ ലിസ്റ്റിൽ ഉള്ള ഒരു പ്രോഗ്രാമാണ് ചൂസ് ചെയ്തതെങ്കിൽ, അതുപോലെ തന്നെ വിസയ്ക്കുള്ള കണ്ടീഷൻസും ബാക്കി ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എങ്കിൽ ദെൻ അയർലൻഡ് ആയിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ക്രിട്ടിക്കൽ സ്കിൽ ലിസ്റ്റിൽ വരുന്നുമില്ല, ബാക്കിയുള്ള കണ്ടീഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ കുറച്ച് ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നെങ്കിൽ ദെൻ വിത്തൗട്ട് ഡൗട്ട് അയർലൻഡ് നോക്കാണ്ടിരിക്കുന്നതന്നെ ആയിരിക്കും നല്ലത്. UK ക്യാൻ ബി യുവർ ബെസ്റ്റ് ഓപ്ഷൻ. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഒരു വേൾഡിലത്തെ ഏറ്റവും ഹൈലി റാങ്ക്ഡ് യൂണിവേഴ്സിറ്റിയിൽ ആണ് പഠിക്കേണ്ടതെങ്കിലും ബാക്കിയുള്ള കണ്ടീഷൻസ് എല്ലാം അവിടെ നിൽക്കട്ടെ. അങ്ങനെയെങ്കിൽ UK can get an upper hand on that also. സ്റ്റഡി ഇൻ അയർലൻഡിനെ കുറിച്ചും സ്റ്റഡി ഇൻ UK കുറിച്ചും ഇൻഡെപ്ത് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ ഈ വീഡിയോ ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി മാത്രമാണ്. ഏത് കൺട്രിയാണോ നിങ്ങൾക്ക് പ്രിഫറൻസ് തോന്നുന്നത് തീർച്ചയായിട്ടും ആ കൺട്രിയെക്കുറിച്ചുള്ള ഇൻഡെപ്ത് വീഡിയോയും മസ്റ്റായിട്ട് നിങ്ങളൊരു സീരിയസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ കണ്ടിരിക്കേണ്ടതാണ്. അതിനുള്ള ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഹിറ്റ് ദ ലൈക്ക് ബട്ടൺ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ. ഇറ്റ് വിൽ മോട്ടിവേറ്റ് മീ ടു ക്രിയേറ്റ് മോർ യൂസ്ഫുൾ കണ്ടന്റ് ലൈക്ക് ദിസ്. ഈ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ, അതുപോലെ തന്നെ ഞാൻ മറ്റേതെങ്കിലും കൺട്രിയെക്കുറിച്ചോ ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ചോ വീഡിയോ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പ്ലീസ് പുട്ട് ദാറ്റ് ഓൾസോ ഇൻ ദ കമൻറ്റ് ബോക്സ്.
ഇനി നിങ്ങൾ വിദേശത്തേക്ക് ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന ഒരു സീരിയസ് ആസ്പിരൻ്റ് ആണെങ്കിൽ ദെൻ നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ യു ക്യാൻ ചെക്ക് ദാറ്റ് ഓൾസോ. So thanks for watching this video. See you in another video.